രാത്രി ഇറങ്ങിക്കഴിയുമ്പോൾ എൻ്റെ ജീവിതം പിന്നെ ഇരുട്ടിലാവും. അതെന്താ ഇവക്ക് മാത്രമേ സൂര്യൻ നോക്കാൻ കഴിയുള്ളൂ? അല്ല, ഇവള് നോക്കിയാൽ മാത്രമേ ശരിയാവുള്ളൂ. ഇത്രയൊക്കെ പറയാനേ ഇവൾ ആരോ നിങ്ങടെ? ഇവളോ? ഒറ്റ വാക്കേ ഉള്ളൂ, എൻ്റെ ദൈവം. എൻ്റെ സ്വന്തം പെങ്ങളാ. ഇവളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ നിന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമോ? മരുന്ന് ഇടിച്ചും പിഴിഞ്ഞും ഇവളെന്നെ നോക്കുന്നത് പോലെ ഒരു തവണയെങ്കിലും നിനക്കെന്നെ നോക്കാൻ പറ്റുമോ? ഞാൻ തളർന്നു പോകുന്ന ഓരോ അവസരത്തിലും പ്രതീക്ഷ തന്ന് പിടിച്ചു നിർത്താൻ പറ്റുമോ നിനക്ക്? പറ്റുമോ? രാധിക ഈ വീട്ടിലേക്ക് കയറി വരുന്നത് വരെ ഈ വീൽ ചെയർ എന്റെ ചിതയായിട്ടാണ് ഞാൻ കണ്ടിരുന്നത്. മരിച്ച് പൊതിഞ്ഞു വച്ചിരുന്ന ചിത എന്നെങ്കിലും അതിനെ കുറിച്ച് തീ വീഴും, അതോടെ കത്തിത്തീരും. ഏട്ടാ, അത്ര എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നുള്ളൂ. അത്രയൊക്കെ സാധിച്ചുള്ളൂ നിന്നെ കൊണ്ട്. അച്ഛാ, എനിക്കൊന്ന് എഴുന്നേറ്റ് നടക്കണമെന്നുണ്ട്, എനിക്കൊന്ന് ജീവിക്കണമെന്നുണ്ട്. വേറെ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല അച്ഛാ. ഈ ചികിത്സ കൊണ്ട് എന്തെങ്കിലും നടക്കണമെങ്കിൽ എൻ്റെ പെങ്ങളെ ഇവിടെ നിർത്താൻ പറ്റുമോ? അതൊന്നും ശരിയാവില്ല. ചേച്ചിക്ക് പോണം. പ്രിയങ്ക, തീരുമാനം അച്ഛനും അമ്മയും എടുത്തോളൂ. നീയായിട്ടൊന്നും പറയാൻ നിൽക്കണ്ട. മുത്തശ്ശി, ഇതുവരെ ഇരുട്ടായിരുന്നു മുത്തശ്ശി കണ്ണില്. ഇപ്പോഴാ ഞാൻ കുറച്ച് വെളിച്ചം കണ്ടു തുടങ്ങിയത്. അതില്ലാതാക്കല്ലേ. പരമേശ്വര, എന്താ നീ തീരുമാനിക്കുന്നേ? എൻ്റെ മോൻ എഴുന്നേറ്റ് നടക്കുന്നത് കാണണം എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അതിനുവേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഏട്ടൻ പറയുന്നത് കേട്ടില്ലേ? ഏട്ടൻ്റെ ചികിത്സ കഴിയുന്നത് വരെ മോളിവിടെ ഉണ്ടാകും. അതാണ് അച്ഛൻ്റെ ആഗ്രഹം, അതാണ് ഈ കുടുംബത്തിൻ്റെ തീരുമാനം. ഇത്രയൊക്കെ കേട്ട് കഴിഞ്ഞിട്ടും കൽപ്പനയ്ക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അത് കേൾക്കാൻ ഇവിടെ ആർക്കും താല്പര്യമില്ല. രാധിക ഇവിടെ ഉണ്ടാകും, അക്കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല. കൽപ്പന, നീ എന്താ പുറത്തോട്ടൊന്നും വരാത്തെ? ഒന്നുമില്ല ചെറിയമ്മ. മനസ്സ് സമ്മതിക്കുന്നില്ല അല്ലേ? കൈയും കാലും മനസ്സും ഒക്കെ തളർന്നിരിക്കുന്നവൻ ചത്തുപോയതിന് തുല്യ. പക്ഷേ ചികിത്സ നടക്കുകയും തിരിച്ചു വരവ് പ്രതീക്ഷിക്കുകയും ചെയ്യുമ്പോൾ അവന്റെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും.
ആ സ്വപ്നങ്ങളൊന്നും നിന്നെക്കുറിച്ചല്ല കൽപ്പനെ. ഇത്രയും നാള് നീ സൂര്യ അവഗണിച്ചു. പക്ഷേ അവസരം കിട്ടിയപ്പോ അവൻ നിന്നെ അവഗണിക്കാൻ തുടങ്ങി. ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ. ചികിത്സയുടെ പേരും പറഞ്ഞ് സൂര്യ അവളെ പിടിച്ചിവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ സംശയങ്ങളൊക്കെ ശരി തന്നെയാണെന്നാണ്. സൂര്യയും രാധികയും തമ്മിൽ വഴിവിട്ട എന്തോ ഒരു ബന്ധമുണ്ട്. ചെറിയ മൂന്ന് മിണ്ടായിരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് ഞാൻ. ഭ്രാന്തെടുത്ത് നീ ചത്തുപോകരുതല്ലോ. രാധിക സൂര്യയോട് ഇടപഴകിയാലേ ഇവിടെ ആർക്കും ഒരു വിരോധം ഉണ്ടാവില്ല. അതുകൊണ്ടല്ലേ സൂര്യ കരഞ്ഞു വിളിച്ചപ്പോ പടി ഇറങ്ങാൻ പോയ രാധികയെ എല്ലാവരും കൂടി പിടിച്ചു നിർത്തിയത്. രാധിക സൂര്യയെ സ്നേഹിക്കാൻ തുടങ്ങുകയോ സൂര്യ രാധികയെ സ്നേഹിക്കാൻ തുടങ്ങുകയോ ചെയ്താൽ അതെ ദൈവത്തിന്റെ അനുഗ്രഹമായിട്ടേ കണിമംഗലത്തുകാര് കാണൂ. ആ വകയിലൊരു കുട്ടിയെ കൂടി അവള് സമ്പാദിച്ചാലുണ്ടല്ലോ, ആ സന്തതി വഴി കണിമംഗലത്തിന്റെ മുഴുവൻ അധികാരിയായിട്ട് ആ പെണ്ണ് മാറും. ഒന്ന് നിർത്താനല്ലേ പറഞ്ഞേ? എനിക്ക് നിന്റെ കാര്യത്തിൽ സങ്കടമുണ്ട്. ഇത്രയും കാലം മറ്റൊരു ചിന്തയും ഇല്ലാതെ നീ നിന്റെ ജീവിതം ത്യാഗം ചെയ്തതല്ലേ? എന്നിട്ടും നിനക്ക് ഈ ഗതി വരുന്നുണ്ടല്ലോ. ഇല്ല ചെറിയമ്മേ, സൂര്യയുടെ അവളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത പൊട്ടി മുളയ്ക്കാൻ പോലും ഞാൻ സമ്മതിക്കില്ല. എന്നെ മറികടന്ന് അങ്ങനെ ഒരു ചിന്ത വരുന്ന ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഒരിക്കൽ കൂടി അവരെ ഞാൻ കണ്ട ചെറിയമ്മ ഉറപ്പിച്ചോ, ഒന്നുകിൽ സൂര്യ അല്ലെങ്കിൽ രാധിക, ഇത് രണ്ടിൽ ഒന്നിനെ ഞാൻ തീർക്കും. ഇത് സത്യം. അമ്മേ, 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 മോളെ, അമ്മ ഇവിടെ ഉണ്ട്. ഞാൻ അമ്മയുടെ അടുത്തേക്ക് വരുവാ. വാ. അമ്മേ, വാ. അഖിൽ സർ, മോളിപ്പോ എൻ്റെ അടുത്തുണ്ട്. പക്ഷേ എന്നിട്ടും എന്താ ഞാൻ അവളെക്കുറിച്ച് ദുസ്വപ്നം മാത്രം കാണുന്നത്? അവൾക്ക് എന്തെങ്കിലും സംഭവിക്കോ? ദൈവങ്ങളോട് അവൾക്ക് കാവൽ നിൽക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ എന്നിട്ടും എൻ്റെ പേടി കൂടി കൂടി വരുവാ. സർ,
സാറ് നമ്മുടെ മോളുടെ കൂടെ തന്നെ ഉണ്ടാവണം. അവൾക്ക് കരുത്തായി കൂടെ തന്നെ ഉണ്ടാവണം. എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞ് എനിക്ക് എൻ്റെ മോളെ കൂടെ കൊണ്ട് നിർത്താൻ പറ്റും. അഖിൽ സാറിനെ കാണിച്ചു കൊടുത്ത് ഇതാ നിന്റെ അച്ഛനെന്ന് പറയാൻ പറ്റില്ലേ? ഈശ്വര, എന്റെ മനസ്സെന്താ വീണ്ടും വീണ്ടും ഇങ്ങനെ അസ്വസ്ഥമാവുന്നു. നാളെ സ്കൂളിലെത്തി മോളെ കാണുന്നത് വരെ എനിക്കൊരു മനസ്സമാധാനവും ഇല്ല. ഇന്നും ഇങ്ങനെ കരയാനാ എന്റെ വിധി. ഇനി എന്തൊക്കെയാ ഞാൻ പേടിക്കേണ്ട? മിസ്റ്റർ വരുൺ, ഇക്കാലത്ത് ഡിവോഴ്സ് എന്ന് പറയുന്നത് പലർക്കും ഒരു ഫാഷൻ പോലെയാണ്. ചിലരത് സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ഗംഭീരമായി ആഘോഷിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പറഞ്ഞിടത്തോളം കൊള്ളാവുന്നൊരു കുടുംബാന്തരീക്ഷം. വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് നാളുകൾ മാത്രം. എന്താ ഇങ്ങനെ ഡിവോഴ്സ് വേണമെന്ന് തോന്നാനുള്ള കാരണം? എനിക്ക് അയാളെ തീരെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല മാഡം. ഞാൻ എത്ര ശ്രമിച്ചിട്ടും അതിനാവുന്നില്ല. സോ നമ്മുടെ ലൈഫ് സ്പോയിൽ ചെയ്യാൻ പാടില്ലല്ലോ. ആരുടെ? നിങ്ങളുടെ അല്ലേ? നിങ്ങളുടെ ഭാര്യയുടെ ലൈഫ് സ്പോയിൽ ആവുന്നതിന് എന്തു പറയും? നിങ്ങളുടെ കുടുംബം വളരെ മാന്യമായിട്ട് അവരുടെ വീട്ടിൽ ചെന്ന് വിവാഹാലോചന നടത്തിയതാ. സ്ത്രീധനം ഒട്ടും ആവശ്യമില്ലെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞതുമാണ്. അതൊക്കെ നല്ല കാര്യം. പക്ഷെ ഡിവോഴ്സ്, അതിന് വ്യക്തമായ കാരണങ്ങൾ വേണം. ആ കുട്ടിക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളുണ്ടോ? ഉദാഹരണത്തിന് ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കുക, അതിന്റെ പേരിൽ വയലന്റ് ആകുക. അങ്ങനൊന്നുമില്ല. ദെൻ എന്തെങ്കിലും രീതിയിലുള്ള ഇല്ലീഗൽ റിലേഷൻഷിപ്പ്, അത്തരത്തിലുള്ള എന്തെങ്കിലും ബന്ധം ആ കുട്ടിക്കുണ്ടോ? നോ മാഡം. മിസ്റ്റർ വരുൺ, ഈ കേസ് കോടതിയിലെത്തിയാൽ ജഡ്ജി നിങ്ങളോട് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങളോടിപ്പോൾ ചോദിച്ചത്. ആ ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങളുടെ മറുപടി നോ എന്നാണ്. സോ നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു കുഴപ്പവും കണ്ടുപിടിക്കാൻ കോടതിക്ക് കഴിയില്ല. നിങ്ങളുടെ ഭാര്യ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് വളർത്താൻ ആഗ്രഹിക്കുന്നു. അതിനെന്താ തെറ്റ്? അത് വിവാഹിതയായ ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്നതല്ലേ? മിസ്റ്റർ വരുൺ, നമുക്ക് വേണമെങ്കിൽ ഇത് കേസ് കൊടുക്കാം, കോടതിയിലും എത്തിക്കാം. ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആവും, ഒന്നും കിട്ടാനില്ല. മീഡിയക്കാര് വേണമെങ്കിൽ ഇത് ചർച്ചയാക്കും. ഫലം ഒരുപോലെ. നിങ്ങളും നിങ്ങളുടെ കുടുംബവും സമൂഹത്തിന് മുന്നിൽ നാണം കെടും. അല്ലാതെ ഏകപക്ഷീയമായി വരുണിന് കോടതി ഡിവോഴ്സ് അനുവദിച്ചു തരില്ല. വരുൺ ഒന്നുകൂടി ഒന്ന് ആലോചിക്കും. എന്നിട്ട് നമുക്ക് ഡിവോഴ്സിനെ കുറിച്ച് ആലോചിക്കാം. ഓക്കെ? ഒന്നുകൂടി ഒന്ന് ആലോചിക്കും വരുൺ. ചിലപ്പോ ഇതിന്റെയൊക്കെ ആവശ്യമില്ലെന്ന് വരുണിന് തന്നെ തോന്നിയാലോ? തെളിവുകൾ ചോദിക്കുകയാണെങ്കിൽ കോടതിയുടെ മുമ്പിൽ സമർപ്പിക്കാൻ എൻ്റെ മുമ്പിൽ ഒന്നുമില്ല. പക്ഷേ എല്ലാ തെളിവുകളും നേരിട്ട് കാണുന്ന ദൈവത്തിന് മുമ്പിൽ എൻ്റെ പരാതിയുണ്ട്. ചിലപ്പോൾ നിങ്ങളും പറയാറുണ്ടല്ലോ, ദൈവം തീരുമാനിക്കട്ടെ എന്ന്. ദൈവം തീരുമാനിക്കട്ടെ എൻ്റെ കാര്യവും. ബൈ മാഡം. അമൃതേട്ടത്തെ സോറി ക്ഷമ, ഞാൻ നേരത്തെ റെഡിയായതാ. ഒരു ഫയൽ എടുത്തു വെച്ചത് മാറിപ്പോയി. അതൊന്നും സാരമില്ല, നമുക്ക് പെട്ടെന്ന് പോവാം. ക്ഷമ, നേരെ മ്യൂസിക് സ്കൂളിലല്ലേ? അല്ല, അതിനു മുമ്പ് ക്ഷേത്രത്തിലൊന്ന് പോണം. മനസ്സിനെന്തോ വല്ലാത്തൊരു ഭാരം. അത് കഴിഞ്ഞ് നമുക്ക് സ്കൂളിലേക്ക് പോവാം. ആയിക്കോട്ടെ, വാ.
മാലിനി, എന്താ മാഡം? ശ്യാമ അമൃതേടത്തെയും കൂടി ക്ഷേത്രത്തിലേക്ക് പോയിരിക്കുക. അവിടെ നിന്ന് മ്യൂസിക് സ്കൂളിലേക്ക് എത്തും. അവരെത്തുന്നതിന് മുൻപ് മ്യൂസിക് സ്കൂളിന്റെ പരിസരത്ത് നമ്മൾ എത്തണം. അവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് ഇന്ന് തന്നെ കണ്ടുപിടിക്കണം. മാഡം വലിയ ത്രില്ലിലാണല്ലോ. എന്റെ ജീവിതത്തെ തന്നെ തകിടം മറിക്കുന്ന കാര്യമല്ലേ മാലിനി? കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കാതെ പറ്റില്ലല്ലോ. ഇത്രയും കാലം എന്റെ അടിമയെ പോലെ ജീവിച്ചവളാ ശ്യാമ. കൈയും കാലും കുടഞ്ഞ് അവൾ സ്വതന്ത്രയായ ഞാൻ അവളുടെ അവസ്ഥയിലായി പോകും. അത് സംഭവിക്കാൻ പാടില്ല. അമ്മയും മോളും ഇന്ന് നമ്മുടെ കൺമുമ്പിൽ പെടണം. എന്നിട്ട് നോക്ക്, ഒരു കാര്യം മാലിനി ഉറപ്പിച്ചോ, അവർ രണ്ടുപേരും ജീവിച്ചിരിക്കണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല. ഒന്നിനെ കൊന്ന് ഒന്നിനെ നിലനിർത്തണോ അതോ രണ്ടും ഒന്നിച്ചു വേണം? അതിൽ മാത്രമേ ഉള്ളൂ തർക്കം. വാ, ഇറങ്ങാൻ നോക്കാം. ഭഗവാനെ, വരുണൊരു പ്രതിസന്ധിയില്ല. അവന്റെ മനസ്സ് മുഴുവൻ അങ്ങയുടെ മുന്നിൽ നിൽക്കുന്ന ആളാ. അവര് തമ്മിലാ ചേരേണ്ടത്. അവരെ ഒരുമിപ്പിക്കാനുള്ള മാർഗം എനിക്കറിയില്ല. പക്ഷേ അങ്ങയ്ക്കത് സാധിക്കും. അവരെ ഒരുമിപ്പിക്കണേ. മുത്തശ്ശി പ്രാർത്ഥിക്കാൻ എത്തിയിരുന്നോ? പ്രാർത്ഥിക്കുന്നതിനേക്കാൾ രസമാണല്ലോ കുട്ടി പ്രാർത്ഥിക്കുന്നത് കാണാൻ. കണ്ണനോട് സങ്കടം എന്തെങ്കിലും ഉണ്ടായിരുന്നോ പറയാൻ? ഇല്ല മുത്തശ്ശി, എന്നെക്കുറിച്ച് എല്ലാവർക്കും ഉണ്ടായിരുന്നൊരു തെറ്റിദ്ധാരണ ഒന്നും മാറണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ ഏട്ടൻ തന്നെ സാധിച്ചു തന്നല്ലോ. അതെ മോളെ, എന്റെ മനസ്സിൽ ഇപ്പോഴും സൂര്യ പറഞ്ഞ വാക്കുകളാ. അവൻ എഴുന്നേറ്റ് നടക്കണം. കണ്ണന്റെ മുന്നിൽ നീ ഉണ്ടാവുമ്പോ അത് അസാധ്യമല്ല. ഏട്ടൻ പാവോ മുത്തശ്ശി. ഏട്ടനെ ഒരുപാടൊന്നും ദൈവം പരീക്ഷിക്കില്ല. ഞാൻ ഇറങ്ങട്ടെ, എനിക്ക് മ്യൂസിക് ക്ലാസ്സിലേക്ക് പോകാൻ സമയമായി. എന്റെ കൃഷ്ണ, എന്താ ഇത്? എന്തോ അവശകുനാണല്ലോ കുട്ടി. ഇന്നിനി പോണോ? അത് സാരമില്ല മുത്തശ്ശി. ഭഗവാന്റെ മുമ്പില് വിളക്ക് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കട്ടെ. ഞാനേ ഒന്നുകൂടി തെളിയിച്ചിട്ട് പോവാം. കൃഷ്ണ, മുത്തശ്ശി പേടിക്കണ്ട കേട്ടോ, ഒന്നും സംഭവിക്കില്ല. എങ്കി വാ. ക്ഷേത്രത്തിൽ നിന്ന് വരാനുള്ള നേരമായല്ലോ മാഡം. ഇനി അവിടുന്ന് വേറെ എവിടെയെങ്കിലും പോയി കാണോ? അറിയില്ല.
പക്ഷേ നമ്മൾ കാവൽ നിന്നല്ലേ പറ്റൂ.